നല്ല ക്ഷമയുണ്ടോ? അത്യാവശ്യം ഈ ഒരു കാര്യത്തിൽ മാത്രം. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ചീത്തവിളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫുൾ ടൈം എൻഗേജ്. ഞങ്ങളുടെ വീട്ടിലൊന്നും ഡ്രോയിങ് മാത്രമല്ല കാണാൻ പറ്റുക, നിറയെ കൃഷിയും കാണാൻ പറ്റും. എനിക്ക് ബേസിക്കലി ബാലഗോപാൽ സാറിൻ്റെ ഫോട്ടോ ഭയങ്കര ഈസി ആയിട്ട് തോന്നി വരയ്ക്കാൻ വേണ്ടിയിട്ട്. പൊതുവെ ഗാന്ധിജീൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ പിക്കാണ് ഞാൻ കൂടുതലും വരച്ചിട്ടുള്ളത്. അപ്പം ഇത് തകരേരിയാണ്. ഞാൻ ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഈ തകരേരിയിലായിരുന്നു. ഇത് മുകളിൽ അയ്യത്തൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നൊരു ചെടീൻ്റെ ഒരു പേഴ്സണലി കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ ഇത് കൊടുക്കണം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപാട് കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ വേറിട്ട ഒരു കലാകാരിയെ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ പേരുകൾ, ഒരു വ്യക്തിയുടെ പേരുകൾ എഴുതി അവർ ചിത്രം തയ്യാറാക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, വെണ്ടാറ്, മൂഴിക്കോടാണ്. അപ്പോൾ ഈ പേര് കൊണ്ട് മാത്രമല്ല എഴുതുന്നത്, സ്പൈസസ് വെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലെ മുളക് പൊടി, തേയിലപ്പൊടി, ഇതുകൊണ്ടൊക്കെ ഒരുപാട് കലാവിരുദ്ധങ്ങളുണ്ട് കേട്ടോ. പേപ്പർ കൊണ്ട് വരെ ഉണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വിശേഷം അറിയാം. നമസ്കാരം മോളെ. നമസ്തേ. എന്ത് ഫോട്ടോയും പിടിച്ചോണ്ടിരിക്കുന്നത്? കൊള്ളാവോ? കണ്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മുടെ ധനകാര്യമന്ത്രി അല്ലേ? ആണ്. എന്താണ് ഇതിനകത്ത് പ്രത്യേകത? ഇത് ആക്ച്വലി ധനകാര്യമന്ത്രിന്റെ പേര് എഴുതിയിട്ടാണ് ഈ ചിത്രം ഫുള്ള് വരച്ചിരിക്കുന്നത്. പേര് എഴുതിട്ടോ? ദൂരെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അറിയാനേ ഇല്ലല്ലോ. അങ്ങനല്ല, KN ബാലഗോപാൽ എന്നാണ് ഫുള്ള് എഴുതിയേക്കുന്നത്. ഏകദേശം ഒരു 5000 തവണത്തോളം ഈ പേരിങ്ങനെ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടാണ് ഭയങ്കര സംഭവമായി പോലെ. അതാണ്ട് നോക്ക്, ബാലഗോപാൽ, KN ബാലഗോപാൽ അല്ലേ? അങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത്. അങ്ങനെയാണോ ഇത് ഫുള്ള് എഴുതിയേക്കുന്നത്? അങ്ങനെയാണ് ഈ പിക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് ഔട്ട്ലൈൻ ഒന്നും കൊടുത്തിട്ടില്ല, എഴുതി തന്നെയാണ് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്ത്. അങ്ങനെയാണ് ഈ ചിത്രം ഫുള്ള് വരച്ചെടുത്തത്. എത്ര ദിവസം എടുത്തത്? 9 മണിക്കൂർ. ഇപ്പൊ ബാലഗോപാൽ സാർ അറിഞ്ഞോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ടെന്ന്? അറിയിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞു? പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ ഇത് കൊടുക്കണം. അതിനുവേണ്ടി വരച്ചിരിക്കുക. ക്യാമറ കണ്ണിലൂടെ കാണുമ്പോൾ തന്നെ നല്ല അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ. നല്ല ഒറിജിനാലിറ്റിയാണിത്. എത്ര ദിവസം എടുത്തത് പറയാൻ? ഇല്ല, ഞാനിത് 9 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. 9 മണിക്കൂർ കൊണ്ട് വരച്ചെടുത്തോ? 9 മണിക്കൂറിന് കംപ്ലീറ്റ് 9 മണിക്കൂർ വന്നിട്ടില്ല. അതിനിടയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് ബ്രേക്ക് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടിയിട്ട് 9 മണിക്കൂർ. നല്ല ക്ഷമയുണ്ടോ? അത്യാവശ്യം ഈ ഒരു കാര്യത്തിൽ മാത്രമേ ക്ഷമയുണ്ടല്ലേ? ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുന്ന തന്നെ ഒരു ക്ഷമ കേട്ട ഒരു പരിപാടിയാണ്. പക്ഷെ ഇത്രയും ചെറുതായിട്ട് എഴുതി ഈ ഒരു ഡിസൈനിൽ ചെയ്തെന്ന്, അത് എന്തുകൊണ്ടാണ് ഇപ്പം ബാലഗോപാൽ സാറിനെ ഇങ്ങനെ വരയ്ക്കണമെന്ന് തോന്നിയത്? ഞാൻ ആക്ച്വലി കൊറോണയ്ക്ക് ശേഷമാണ്, എനിക്കിങ്ങനെ വരയ്ക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു. അപ്പം കൊറോണയ്ക്ക് ശേഷം വെറുതെ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഡ്രോയിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തുടക്ക സമയത്തൊക്കെ വരയ്ക്കുന്ന സമയത്ത് സക്സസ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലായിരുന്നു, ഇനി വരച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരച്ചതാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ വർക്കുകളും. അതിന് ശേഷം ഞാൻ വരച്ചായിരുന്നു. പിന്നെ ഞാനിപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിന്ദിയിൽ. കാര്യവട്ടം ക്യാമ്പസിലാണ് പഠിക്കുന്നത്. അപ്പം പോകുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാനെന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടായിരുന്നു മന്ത്രിമാരിൽ തന്നെ വ്യത്യസ്ത രൂപത്തിൽ പല മീഡിയംസ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാം എന്നുള്ള ആശയത്തിലേക്ക് വന്നത്. അതിനു മുന്നേ പേപ്പറൊക്കെ വെച്ച് വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം 3D വർക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എപ്പോഴും എനിക്കിങ്ങനെ ഒരിടത്ത് തന്നെ സ്റ്റേ ഓവർ ചെയ്യുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടും പല മീഡിയംസിൽ വർക്ക് ചെയ്യുക, അതിനകത്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ടൈപ്പോഗ്രഫി പൊതുവെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് 4 ലാംഗ്വേജിലാണ് ടൈപ്പോഗ്രഫി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ടൈപ്പോഗ്രഫി ചെയ്യുന്നത് ഹിന്ദി ലാംഗ്വേജിലായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് ചെയ്യാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇംഗ്ലീഷും മലയാളവും ചെയ്യാൻ വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പം പിന്നീട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. ഇതിനു മുന്നേ പലരുടെയും ഫേസ് ഇതുപോലെ ടൈപ്പോഗ്രഫി ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ബേസിക്കലി ബാലഗോപാൽ സാറിൻ്റെ ഫോട്ടോ ഭയങ്കര ഈസി ആയിട്ട് തോന്നി വരയ്ക്കാൻ വേണ്ടിയിട്ട്. പൊതുവെ ഗാന്ധിജീൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ പിക്കാണ് ഞാൻ കൂടുതലും വരച്ചിട്ടുള്ളത്. അപ്പം അത് ബേസിക്കലി അവരെ പിക്ക് പെട്ടെന്ന് വരച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ അതിൽ തന്നെ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ജസ്റ്റ് ഇഷ്ടമാണ്, അങ്ങനെ വരച്ചതാണിത്. ഈ ഒരു ചിത്രം വരെയൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കും അധ്യാപകർക്കൊക്കെ അറിയാമോ? എല്ലാവർക്കും അറിയാം. അത് സ്കൂളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ ഇങ്ങനെയുള്ള മത്സരങ്ങൾക്കൊക്കെ? ഇല്ല, അങ്ങനെ മത്സരത്തിനൊന്നും പങ്കെടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ 1 മണിക്കൂറൊക്കെ അല്ലേ ടൈം തരുന്നത്. എനിക്ക് ബേസിക്കലി എൻ്റെ ഒരു ഇഷ്ടത്തിന് വരയ്ക്കാനാണ് ഇഷ്ടം. അതായത് ഇപ്പം ഞാൻ വരയ്ക്കാൻ എടുക്കുന്ന സമയം ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും. എനിക്ക് അത്രയും പീസ്ഫുള്ളായിട്ട് തോന്നുന്നൊരു ആംബിയൻസിൽ മാത്രമേ ഞാൻ പടം വരയ്ക്കത്തുള്ളൂ. അതും ചില സമയത്ത് ഭയങ്കര ഞാൻ ചില കാര്യങ്ങൾ മാത്രമേ ക്ഷമയോടുകൂടി ഇരിക്കത്തുള്ളൂ. അതും അത്രയും എനിക്ക് താല്പര്യമുള്ള വർക്കാണെങ്കിൽ അങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ബ്രേക്ക് ചില സമയത്ത് വേണ്ടി വരും.
ചില വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ഒരാഴ്ച ഒന്നരാഴ്ചയൊക്കെ എടുക്കും. അപ്പം എനിക്ക് അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വരയ്ക്കാൻ അത്രയുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊതുവെ അങ്ങനെ മത്സരങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ നിന്നിട്ടില്ല. മത്സരങ്ങളോട് നമുക്ക് താല്പര്യമില്ല. ഇല്ല, മറ്റൊരാളോട് മത്സരിക്കുന്ന നമുക്ക് താല്പര്യമില്ല. അതല്ല, എനിക്ക് എപ്പോഴും എൻ്റെതായിട്ടുള്ള ഓൺ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യണം. നോർമലി ഒരാൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഇഷ്ടമല്ല. കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും എനിക്ക് എൻ്റേതായിട്ടൊരു അസ്തിത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമുള്ള രീതിയിൽ എനിക്കിഷ്ടമുള്ള മീഡിയംസ് യൂസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാനാണ് കൂടുതലിഷ്ടം. എൻ്റെ പേര് അനൈന അനിൽ. എൻ്റെ സ്ഥലം വെണ്ടാറാണ്. ഞാനിപ്പം കാര്യവട്ടം ക്യാമ്പസിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്തേക്കുന്ന വിഷയം ഹിന്ദിയാണ്. അപ്പം ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഡ്രോയിങ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ നിങ്ങളതെല്ലാം പരിചയപ്പെടുത്തി തരാം. വായോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ നിറയെ വർക്കുകളുണ്ട്. ഞാൻ കൊറോണയ്ക്ക് ശേഷം ചെയ്ത വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ കാണാനുള്ളത് മൊത്തം. അപ്പോൾ ഞാൻ എല്ലാം കാണിച്ചു തരാം. ഈ ഭിത്തിയിൽ ഒട്ടിച്ചേക്കുന്ന എല്ലാം ഞാൻ കൊറോണയ്ക്ക് ശേഷം വരച്ച പിക്ചേഴ്സാണ്. ഇതാണ്ട് ഇവിടെ തൊട്ട് എല്ലായിടും ഉണ്ട്. ഈ ഹോളിൽ വീട് നിറച്ചും ഇതെല്ലാം ഞാൻ വരച്ചതാണ്. ഈ വീട് നിറച്ചും പിക്ചേഴ്സാണ്. റൂമുകളിലും ഹാളുകളിലും എല്ലാം. ഇത് മാത്രമല്ല, റൂമുകളിലും ഉണ്ട്. വേറെ കുറേ ഡ്രോയിങ്സ് ഉണ്ട് കയ്യിൽ. അങ്ങനല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരുപാട് ബൾക്കായിട്ട് പിക്ചർ വന്നപ്പം എനിക്കിത് ആക്ച്വലി കുറച്ചും കൂടെ എല്ലാവരെയും ഒന്ന് കാണിക്കണം എന്നൊരാഗ്രഹം വന്നപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഹാളിൽ ഇതെല്ലാം ഒട്ടിച്ച് വെച്ചതാണ് ഒരു രസത്തിന്. അപ്പം ഒട്ടിക്കാൻ തോന്നിയപ്പം അങ്ങനെ ഒട്ടിച്ച് വെച്ചതാണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്രചോദനമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ +2 പഠിക്കുന്ന സമയത്തായിരുന്നു കൊറോണ വന്നത്. അപ്പം കൊറോണ ആയപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് കിടന്ന് ഉറങ്ങുന്നത്, പുസ്തകം വായിക്കുന്നത്. അപ്പം നോർമലി അമ്മ വന്ന് നോക്കുന്ന സമയത്തൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങുമായിരിക്കും. അപ്പോൾ അമ്മ എപ്പോഴും വന്ന് ചീത്ത പറയും. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ചീത്ത വിളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കുമല്ലോ, കിടന്ന് ഉറങ്ങുമല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ആദ്യം ചെറിയൊരു ഫ്ലവറിൽ നിന്നായിരുന്നു കൊറോണ സമയത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് വരയ്ക്കാൻ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടും താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വരയ്ക്കത്തില്ലായിരുന്നു. അതിനുശേഷം പിന്നീട് +2 ആയപ്പോഴാണ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതും പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ചെയ്തതാണ് ഈ കാണുന്ന എല്ലാ വർക്കുകളും. ഓൾമോസ്റ്റ് 2020-21 ചെയ്ത വർക്കുകളാണ് ഇതെല്ലാം. പിന്നീട് അന്ന് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് കാലിഗ്രഫി. ഇതൊരു കാലിഗ്രഫിയാണ്. പിന്നെ ഇത് കളർ പെൻസിലാണ്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ മീഡിയംസ് യൂസ് ചെയ്തിട്ട് വാട്ടർ കളർ, അതുപോലെ തന്നെ ഓയിൽ പേസ്റ്റിൽ, അങ്ങനെ മാക്സിമം എൻ്റെ കയ്യിൽ എന്തൊക്കെ മീഡിയംസ് യൂസ് ചെയ്യാവോ ആ മീഡിയംസൊക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം വെറൈറ്റി ആയിട്ടുള്ള ഡ്രോയിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻഗേജ് ആയിട്ടിരിക്കണം. അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് പോകെ വന്നപ്പോഴാണ് കുറച്ചും കൂടെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും വർക്കുകൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് പേപ്പറും പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് റീയൂസിങ് അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ത്രെഡ് ആർട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് മഹാത്മാഗാന്ധിയിലാണ് ഒരു ത്രെഡ് ആർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് പുറത്ത് ഓർഡർ അനുസരിച്ച് ത്രെഡ് ആർട്ടുകൾ ചെയ്തു കൊടുക്കുമായിരുന്നു. ത്രെഡ് ആർട്ട് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ആദ്യം ത്രെഡ് ആർട്ട് തന്നെ ചെയ്തു നോക്കുന്നത്. അങ്ങനെ ആദ്യം ചെയ്തത് മഹാത്മാഗാന്ധിനെയാണ്. പിന്നീട് ഞാൻ ഏകദേശം കാര്യവട്ടത്ത് പോകുന്നതിന് മുന്നേ ചെയ്ത വർക്കുകളാണ് ഈ കാണുന്നതെല്ലാം. അത് കുറച്ചുകൂടെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടായിരുന്നു മന്ത്രിമാരെ പല 12 മീഡിയംസ് യൂസ് ചെയ്തിട്ട് 12 ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ വർക്ക് ചെയ്യാം എന്ന് വെച്ച് തുടങ്ങിയതാണ്. ഇത് കാപ്പിപ്പൊടിയാണ് മീഡിയം യൂസ് ചെയ്തേക്കുന്നത്. ഇത് കാപ്പിപ്പൊടിയിലാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഡോട്ട് ആർട്ടാണ്. ഡോട്ടുകൾ മാത്രം. ഇത് തകരേരിയാണ്. ഞാൻ ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഈ തകരേരിയിലായിരുന്നു. ഇത് മുകളിൽ അയ്യത്തൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നൊരു ചെടീൻ്റെ ഒരു കുരു. അപ്പം അതിങ്ങനെ പറക്കി സ്റ്റോർ ചെയ്ത് വെച്ചപ്പം അത് വെച്ച് എന്തോ ചെയ്യാമെന്ന് ആലോചിച്ചപ്പം ഇങ്ങനെ ഈ വർക്ക് ചെയ്തത്. ഇല്ല, ഉളുത്തു പോകത്തില്ല. പിന്നെ ഇത് കരിയും പേപ്പറുമാണ്.
പേപ്പർ കുഴച്ച് നമ്മുടെ അടുപ്പിൽ യൂസ് ചെയ്യുന്ന അടുപ്പിലെ കരി അത് മിക്സ് ചെയ്തിട്ടാണ് ഈ മഹാത്മാഗാന്ധിനെ ചെയ്തേക്കുന്നത്. ഇത് കടുകാണേ. ഇത് പിണറായി വിജയൻ സാർ, നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി. അടിപൊളി. അതുപോലെ വ്യത്യസ്തമായ ഓരോ കണ്ടന്റുകളാണ്. ഇത് പച്ച ഓല മീഡിയം രീതിയിലൊന്ന് ഉണക്കിയിട്ട് പൊടിച്ചെടുത്ത പച്ച നിറം മാറാണ്ട് പൊടിച്ചെടുത്തതാണ്. ഇത് ഓലപ്പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ടൈപ്പോഗ്രഫിയാണ്. പിന്നെ ഞാൻ പൊതുവെ ടൈപ്പോഗ്രഫി ചെയ്യുന്ന സമയത്ത് സെയിം രീതിയിൽ ഒരു ടൈപ്പോഗ്രഫി ചെയ്യാറില്ല. ഇത് ജോയിൻറ്റ് ഫില്ലറാണ്. ടൈലൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ജോയിൻറ്റ് ഫില്ലറാണ് ഈ വരച്ചേക്കുന്നത്. പിന്നെ വന്നേക്കെന്ന് വെച്ചാൽ ഇത് വന്നേക്കുന്നത് തെങ്ങും പൂക്കലയാണ്. ഇത് പച്ച തെങ്ങും പൂക്കലയാണ്. അപ്പോൾ ഇത് ഞാൻ വേറെ എന്തോ ആവശ്യത്തിന് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. അപ്പം എടുത്തു നോക്കിയപ്പോൾ ഇതിങ്ങനെ കേടായി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇത് ഉണക്കി എടുത്തിട്ട് പിന്നീട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യായിരുന്നു ചെയ്തത്. ഇത് നേരത്തെ കണ്ടതുപോലെ തന്നെ പേപ്പറും കരിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ മഹാത്മാഗാന്ധിനെ ചെയ്തപ്പം കുറച്ച് ലൈറ്റ് ഷെയ്ഡിലാണ് ഈ കളർ ആഡ് ചെയ്തേക്കുന്നത്, മീൻസ് കരി ആഡ് ചെയ്തേക്കുന്നത്. പക്ഷേ പിന്നീട് രണ്ടാമത് ചെയ്തപ്പോൾ എനിക്ക് എത്രത്തോളം കരിയുടെ കൺസിസ്റ്റൻസി വേണമെന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് കുറച്ചും കൂടെ കളർ ആഡ് ചെയ്തുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ ഡാർക്കറായിട്ട് കാണാൻ പറ്റണത്. പിന്നെ ഇത് എംസാറ്റിൻ്റെ തരിയെല്ലാം കളഞ്ഞിട്ട് അരിച്ചെടുത്തതാണ്. 2 തവണ അരിച്ചെടുത്തതിന് ശേഷം യൂസ് ചെയ്യുന്ന ഫൈൻ പൗഡറാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതും ടൈപ്പോഗ്രഫിയാണ്. പക്ഷേ നേരത്തെ കണ്ട ടൈപ്പോഗ്രഫി ഇന്ന് നമ്മൾ നല്ല വ്യത്യാസമുണ്ട്. യൂസ് ചെയ്യുന്ന ഫോണ്ടും അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിങ്ങും വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ടൈമിലാണ് ഒരേ ടൈപ്പ് ടൈപ്പോഗ്രഫി ചെയ്യുന്നത്. പിന്നീട് ചെയ്യുന്ന സമയത്തെല്ലാം ഹാൻഡ് റൈറ്റിങ്ങും യൂസ് ചെയ്യുന്ന ഫോണ്ടൊക്കെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഇത് നോർമൽ ഒരു സ്റ്റെൻസിൽ സ്കെച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ചെയ്തേക്കുന്നതാണ്. ഇതും എംസാൻഡ് തന്നെയാണ്. ഇതും എംസാൻഡാണ് ഈ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഡോട്ട് ആർട്ടാണ്. ഞാൻ ആദ്യം ഡോട്ട് ആർട്ട് ചെയ്യുന്നത് ഈ ഒരു പിക്കിനകത്താണ്. ഒരു കഥകളി ഫേസാണ്, അത്രത്തോളം പ്രോപ്പറായിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയതായിരുന്നത്. ഇത് എൻ്റെ അച്ഛനാണ്, പേര് അനിൽകുമാർ, കോൺട്രാക്ടറാണ്. ഇത് എൻ്റെ അനിയൻ അദ്വൈത്, ഇപ്പോൾ +2 പഠിക്കുന്നു. അമ്മയുടെ പേര് യമുന, അമ്മ പുറത്ത് പോയേക്കാണ് കേട്ടോ. അച്ഛാ, മോളുടെ ഈ ഒരു കഴിവ് എന്നുപോലെ കണ്ടു തുടങ്ങിയത്? മോളെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊറോണ സമയത്ത് അമ്മയും മോളോടൊരു പുകൽ നടക്കും. മോക്ക് ഉറങ്ങണം, അമ്മ സമ്മതിക്കത്തില്ല. അന്നേരം കൂടുതൽ വായനയുണ്ട്. വായനാ സമയത്ത് ലൈബ്രറിയിൽ നിന്ന് പുസ്തകമൊക്കെ കിട്ടാവുന്ന വീട്ടിലിരുന്നതെല്ലാം വായിച്ചു തീർന്നു കഴിഞ്ഞപ്പോഴത്തെ ഇയാൾ പിന്നെ പേപ്പറിലേക്ക് നീങ്ങി. പേപ്പറിനകത്ത് കുറേശ്ശെ വരയാൻ തുടങ്ങി. അത് അമ്മയെ പേടിച്ചാണ്. കാരണം ഉറങ്ങുന്നത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലല്ല. അങ്ങനെ വന്നപ്പോൾ അമ്മയുടെ ആ ഒരു പ്രയത്നം കൊണ്ടാണ് അയാൾ ഈ രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയത്. വേറെ എന്തൊക്കെ കഴിവുകളുണ്ട്? വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരയൊക്കെ മാത്രമല്ല, ഇയാൾക്ക് വെറൈറ്റി പരിപാടി. ഓരോരുത്തരുടെ പേരെഴുതി ഓരോ ഫോട്ടോസ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വെച്ചേക്കുന്ന സാധനങ്ങൾ, മല്ലി, കടു, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വീട്ടിൽ കാണത്തില്ല. ഞങ്ങൾ വില്ലാണെങ്കിൽ വരുമ്പോൾ അമ്മ അടിക്കാനൊന്നും ആദ്യമൊക്കെ ഓടിക്കാതെ പിന്നെ അമ്മ ഇത് അടിക്കാൻ ഓടിക്കത്തില്ല. അതായത് ഇന്നലെ രാവിലെ ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് ചായ ഇടാൻ നോക്കിയപ്പോൾ തേയിലപ്പൊടിയില്ല. എന്തെന്ന് ചോദിച്ചപ്പോഴാണ് ഇയാളുടെ റൂമിൽ ഇരിക്കുക സംഭവം എന്താ. ഇന്നലെ രാത്രിയിലെ എടുത്ത് റൂമിൽ വെച്ചു. ഇവിടെ കൊച്ചുളുപ്പാങ്കാലത്തെ ഒരു പ്രോഗ്രാം തുടങ്ങിയതാണ്. അമ്മ ഇന്ന് രാവിലെ കറി വയ്ക്കാൻ മുളക് പൊടി നോക്കിയാൽ മുളക് പൊടിയും ഇല്ല. സംഭവം മുളക് പൊടി കൊണ്ടും കാപ്പിപ്പൊടി തേയിലപ്പൊടി കൊണ്ടും ഒരു ചിത്രം ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയാൾ +2 പഠിക്കുകയാണ്. ഇതിൽ വേറൊരു വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കഴിഞ്ഞ വർഷത്തിന് മുന്നോട്ട് തുടങ്ങി കൃഷിക്ക് ഭയങ്കര ആത്മാർത്ഥതയുണ്ട് രണ്ടുപേരും. അങ്ങനെ രണ്ടുപേരുടെ മത്സരിച്ച് കൃഷി തുടങ്ങി. കഴിഞ്ഞ വർഷത്തെ മൈലം ഗ്രാമപഞ്ചായത്തിൻ്റെ കുട്ടിക്കർഷകൻ്റെ അവാർഡ് വാങ്ങിയിരുന്നു. എന്തായിരുന്നു വിളവ്? ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ആ വിളവ് വേണമെങ്കിൽ ഞാൻ കൊണ്ട് കാണിക്കാം. ഇപ്പോഴും അതേ കണക്ക് അതിലും വെറൈറ്റി കൃഷികൾ ഇപ്പോഴും ഇട്ടിട്ടുണ്ട്. അതും ഇങ്ങനെ വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പച്ചക്കറി സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ടായിരുന്നില്ല. അരി സാധനങ്ങൾ മാത്രം, അരി, ഉരുളൻകിഴങ്ങ്, സവാള ഇത് മാത്രം വാങ്ങിച്ചാൽ മതി. വെളിച്ചെണ്ണ. ഇപ്പം മുളകും വലുതായിട്ട് ഇനി വാങ്ങിക്കേണ്ടി വരത്തില്ല. കാരണം മിക്കവാറും ഇവിടെ നിൽക്കുന്ന മുളക് തന്നെ കുറച്ച് നമുക്ക് ഉണക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ മോൻ്റെ ഈ ഒരു കഴിവ് തുടർന്ന് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. തന്നെയല്ല, ഞാനൊരു ദിവസം വന്നപ്പോൾ 2 പേർക്ക് ചോറ് വാരി കൊടുക്കേണ്ട സ്ഥിതി വന്നു. കിളച്ച് 2 പേരെയും കൈ പൊട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്.
ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം അവർ സ്വയം ചെയ്തില്ലേ. എന്തായാലും അതിന് പ്രയോജനപ്പെട്ടു. ഞങ്ങളുടെ വീട്ടിലൊന്ന് ഡ്രോയിങ് മാത്രമല്ല കാണാൻ പറ്റുക, നിറയെ കൃഷിയും കാണാൻ പറ്റും. നമ്മൾ തന്നെ ആരെയും നിർത്തി ചെയ്യാണ്ട് നമ്മൾ തന്നെ ചെയ്ത കൃഷികളാണ്. ഇപ്പോൾ ഇവിടെ നിലവിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് വാഴ, മുളക്, ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറി ഐറ്റംസും ഉണ്ട്. കൂടാതെ വാഴ ചെയ്യുന്നുണ്ട്. പിന്നെ ദാണ്ട് കോളിഫ്ലവർ ഉണ്ട്, ഇതൊക്കെ ക്യാബേജാണ്. പിന്നെ പച്ചമുളക് ഉണ്ട്, തക്കാളി ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെയും കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം. പിന്നെ ഈ കോളിഫ്ലവർ കൃഷി ചെയ്യുന്നതിന് മുന്നേ തന്നെ വേറെ കുറച്ച് കൃഷികളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അന്ന് കൃഷി സ്റ്റാർട്ട് ചെയ്തപ്പം ഇവിടുത്തെ കൃഷിഭവൻ, മൈലം കൃഷിഭവനുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്നാണ് നമുക്ക് ഇതുപോലെ ഇതിൻ്റെയൊക്കെ വിത്തുകൾ, മുളകിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെയൊക്കെ തൈകളും വിത്തുകളൊക്കെ അവരാണ് തന്നത്.